നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മിസ്സിംഗ് കേസായാണ് തുടങ്ങിയതെങ്കിലും അതിന് പിന്നിൽ ഒരു വധശ്രമം കൂടിയുണ്ട്. അതുകൊണ്ട് സത്യം എന്താണെന്നും ആരാണ് കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞതെന്നും നമുക്ക് അറിഞ്ഞേ പറ്റും. ഞങ്ങൾ മോളോടൊന്ന് ചോദിക്കട്ടെ. സർ, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ ചോദിച്ചോളൂ, എനിക്കും അതറിയണം. ആ മോളെ ആരാ തട്ടിക്കൊണ്ടുപോയെന്നറിയാമോ? തട്ടിക്കൊണ്ടുപോയോ? മോൾ എങ്ങനെയാ കിണറ്റി വീണത്? അറിയില്ല. മാളുവിന് ഒന്നും ഓർമ്മയില്ല സർ. ഞാനതാ ആദ്യം പറയാൻ വന്നത്. പിന്നെ സാറ് ചോദിക്കുമ്പോ എന്തെങ്കിലും ഓർമ്മ വന്നാൽ നല്ലതാണല്ലോ എന്ന് കരുതിയാ ചോദിച്ചോളാൻ പറഞ്ഞത്. ആ ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കൂ. മാളു ഉണർന്നപ്പോ മുതല് ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് സർ. പക്ഷേ ഇതാ അവസ്ഥ. ഒരു അപകടമോ അത്യാഹിതമോ കുറ്റകൃത്യമോ സംഭവിച്ചാൽ അതിന്റെ പല വശങ്ങളും ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇവിടെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാ കളിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതെ സർ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഈ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് മോൾ എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? വീട്ടിലായിരുന്നു. വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അല്ല, കളിക്കുകയായിരുന്നു. ഗംഗയുടെ കൂടെ. അല്ല, പാവയുടെ കൂടെ. ദേ ഗംഗയും ഉണ്ടായിരുന്നു. നകുൽ, മാളുവിനൊന്നും ചെയ്യരുതെന്ന് നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞതാ. പക്ഷേ നീ പിന്നെ അത് മറന്നാ പ്രവർത്തിക്കുന്നേ. ഇതിപ്പോ ഞാനായിട്ട് തട്ടിക്കൊണ്ടുപോയി അവളെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചതൊന്നും അല്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന എന്റെ മുന്നിലേക്ക് അവളെ ഒന്ന് വീണതാ. പിന്നെ ആ കുരുപ്പിനെ കണ്ട അറിയാതെ എന്റെ രക്തം തിളയ്ക്കും. അവളെ ഒറ്റയടിക്ക് തീർക്കാൻ തോന്നും. അത്രയ്ക്കും ദ്രോഹം ആ മൊട്ടയെന്ന് വിരിയാത്ത കുട്ടിപ്പിശാച് എന്നോട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓർമ്മ പോയതുകൊണ്ട് മാത്രമാ നീ ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നേ. അല്ലെങ്കിൽ മാളുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസും കൂടി നിന്റെ തലയിൽ വന്നേനെ. എന്റെ കിരീടത്തിൽ പൊന്തൂവലുകളായി ഇനിയും കേസുകൾ നിറയട്ടെ ശ്രേയ. പരോളിലിറങ്ങി എന്നെ ദേവയാനിയുടെ വധശ്രമത്തിന് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിന്റെ കവാടത്തിൽ എത്തിക്കാൻ പോലും പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ഉറപ്പൊന്നുമില്ല. മാളുവിന് ഓർമ്മ വന്ന അവള് നിന്റെ പേര് പറഞ്ഞ ഉറപ്പായിട്ടും പോലീസ് നിന്നെ പൊക്കും. അല്ലെങ്കിൽ മഹേട്ടൻ നിന്നെ പൊക്കും. അങ്ങനെ എന്നെ മാത്രമായിട്ട് ആരും പൊക്കില്ല ശ്രേയ. ഞാൻ പെട്ടാൽ നീയും പെടും. നിന്നെ ഞാൻ പെടുത്തും. വേണ്ട നകുൽ, ആവശ്യമില്ലാത്ത ഭീഷണിയൊന്നും വേണ്ട. ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടാതിരിക്കേണ്ടത് നിന്റെ കൂടി ആവശ്യമാണെന്ന് നീ മനസ്സിലാക്കണം. എന്നെ ആരും പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും സഹായങ്ങളും നീ തന്നെ എനിക്ക് ചെയ്തു തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.